മുതൽ അർദ്ധരാത്രി വരെ നിന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ നിവേദനങ്ങൾ മേടിച്ച് ഉടനെ തീരുമാനമെടുത്ത് ഒപ്പിട്ട് കൊടുത്ത മുഖ്യമന്ത്രി. ഞാൻ അദ്ദേഹത്തിനൊപ്പം തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ നിന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സ്റ്റാമിന, ആ ക്ഷീണമില്ലാതെ നിൽക്കലും ഓരോരോ വിഷയത്തെക്കുറിച്ച് ഉടനെ വായിച്ച് മനസ്സിലാക്കി തീരുമാനമെടുക്കാനുള്ള ബുദ്ധി, ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് അതുപോലെ അതിമീത സന്തോഷം തോന്നിയത്. ഐക്യരാജ്യസഭ അദ്ദേഹത്തിന്റെ ഈ ജനസമ്പർക്ക പ്രോഗ്രാം അംഗീകരിച്ചിട്ട് ഒരു വേൾഡ് വൈഡ് അവാർഡ് കൊടുത്തു ഫോർ പബ്ലിക് സർവീസ്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി. നമ്മളെല്ലാവരും എത്ര വലിയ ഭാഗ്യമായിരുന്നു ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ശ്രീ ഉമ്മൻചാണ്ടി വളരെ അധികം ദേഹാസ്വാസ്ഥ്യം കാരണം ചർച്ചയിൽ പങ്കെടുക്കുകയും ഞങ്ങൾ രണ്ടുപേരും ഒത്തുവരുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ പരിശോധിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഡാലസ് ആ മുറിയിലേക്ക് കടന്നു വരികയാണ്. ആ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചർച്ച നയിച്ചു, തീരുമാനങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രൈവറ്റ് മുറിയിലേക്ക് കയറിപ്പോയി. ഏതാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡാലസ് അകത്ത് കയറി പരിശോധന നടത്തിയതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് എന്നെ വിളിക്കുക. എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ഓടി അവിടെ ചെല്ലുന്ന അവസരത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി യാതൊരു ബോധവും ഇല്ലാതെ അവിടെ കിടക്കുകയാണ്. സത്യത്തിൽ ഞാനും വിഷമിച്ചു പോയി. മുഖ്യമന്ത്രിയുടെ മുറിയാണ്, ഓഫീസാണ്. ആ ഓഫീസിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമതകൾ മനസ്സിൽ കടന്നു. അപ്പോൾ ഡാലസിനോട് ഞാൻ ചോദിച്ചു, എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഓണക്കൂർ സാർ ഒന്ന് ഓർത്തത്, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മടങ്ങി പോവാൻ തുടങ്ങുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ചിട്ട് എവിടെ മടങ്ങി പോവുകയാണോ എന്ന് ചോദിച്ച് വിളിച്ച് അകത്ത് കയറ്റിയ കാര്യത്തെക്കുറിച്ചൊരു ചരിത്രം അദ്ദേഹം പറയുകയുണ്ടായി. ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളോടൊപ്പം ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ജീവിച്ചത് ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരുമയോടുകൂടി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ എന്നും എക്കാലവും ഓർമ്മിക്കുവാൻ കഴിയുന്ന തലങ്ങളിലേക്ക് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി അതുപോലെ നടത്തിയിട്ടുള്ള ഓരോ പരിപാടിയും എടുത്ത് പരിശോധിച്ചാൽ അത് കൃത്യമായി നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ ജനങ്ങളുടെ ഹൃദയത്തിൽ മായാത്തൊരിടം തൻ്റെ ജീവിതകാലത്തെ ത്യാഗങ്ങൾ കൊണ്ട്, ജനങ്ങൾക്കൊപ്പം താണ്ടിയ ദൂരം കൊണ്ട്, അവർക്കൊപ്പം നടന്ന സമയം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത കേരളം കണ്ടതിൽ ഏറ്റവും ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടി സാറുടെ ഓർമ്മകൾക്ക് 3 ആണ്ടാവുകയാണ്. ഈ നാട്ടിലെ എല്ലാവർക്കും ബോധ്യമുള്ളതും അറിയുന്നതുമായിട്ടുള്ളൊരു കാര്യം, ഭരണകൂടത്തിന്റെ ഒരു ചിഹ്നങ്ങളും ഭരണത്തിന്റെ ഒരടയാളങ്ങളും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നതിന് തടസ്സമായി മാറിയിരുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് സാധാരണക്കാരനും കൈപിടിച്ച് നിർത്തി പേര് പറയാവുന്ന, പേര് വിളിച്ച് കാര്യം പറയാവുന്ന, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനിക്ക് ഉമ്മൻചാണ്ടി എന്ന് നേരിട്ട് നീട്ടി വിളിച്ച് തൻ്റെ സഹപാഠിയുടെ അവകാശത്തിന് വേണ്ടി, വീടിന് വേണ്ടി തുറന്നു പറയാൻ കഴിയുമായിരുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി. വിശ്വേട്ടൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ ഒരു ഭരണാധികാരി എന്ന നിലയിലും അല്ലാത്തപ്പോഴും ഒരു പൊതുപ്രവർത്തകനായ, ഒരു മനുഷ്യനായി ജീവിക്കുന്ന കാലത്തോളം എല്ലാം സഹായം തേടി, അവകാശങ്ങൾ തേടി തൻ്റെ മുന്നിലേക്ക് എത്തിയിരുന്ന ആളുകളെ ഇടതടവുകളില്ലാതെ നിരന്തരം
നിരന്തരം മടുപ്പില്ലാതെ നിരന്തരം അവർക്ക് വേണ്ടി നടത്തിയിരുന്ന ഇടപെടലുകൾ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒട്ടേറെ വ്യക്തി പ്രതിഭകളെ രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും പരിചയപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അപൂർവ വ്യക്തിത്വം വരഞ്ഞിടാൻ മറ്റ് ഒരാളെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ അനുഭവം. ഞങ്ങൾ ഒരേ കാലത്ത് വിദ്യാഭ്യാസം ചെയ്തവരാണ്. സെൻറ്റ് ബർക്കറൂസ് കോളേജിൽ ഉമ്മൻചാണ്ടിയും KC ജോസഫും അന്ന് പിന്നീട് ജനതാ പാർട്ടിയിലുണ്ടായ NN ജോസഫും ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ ബർക്കറൂസ് കോളേജിൽ പഠിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അതിനു മുമ്പ് അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ പ്രസിഡന്റായി ഉമ്മൻചാണ്ടി ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു ഞാൻ. അങ്ങനെ വിദ്യാർത്ഥി ജീവിതകാലം തൊട്ട് ജീവിതാന്ത്യം വരെ ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചിട്ടില്ല, ഞങ്ങൾ വിളിച്ചിരുന്നത് കുഞ്ഞുഞ്ഞ് എന്നാണ്. കുഞ്ഞുഞ്ഞിൻ്റെ ഭൗതിക ജീവിത അന്ത്യം വരെ ഒരുമിച്ച് നിൽക്കാൻ സൗഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. വിഴിഞ്ഞം എന്ന തുറമുഖത്തിൻ്റെ പ്രാചീന ചരിത്രത്തെ പറ്റിയായിരുന്നു. ആ വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമായി മാറി എന്നൊക്കെ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റിയുള്ള വിവാദ പ്രസ്താവനകൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി വഴി അതിനെപ്പറ്റി അദ്ദേഹം ആരാഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലൊരു സന്ദർഭത്തിൽ അവിടെ പുതുപ്പള്ളിയിൽ വെന്നിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒരു നിധി കണ്ടെത്തി എന്ന് പറഞ്ഞൊരു വാർത്ത ആ ഇടയ്ക്ക് പത്രങ്ങളിൽ വന്നു. അത് ശരിയാണോ, അത് ശരിയാകാൻ ഇടയില്ലല്ലോ എന്നൊക്കെ അറിയാൻ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്നൊരു വാക്കുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ചരിത്രം എത്ര വായിച്ചാലും അത് സമ്പൂർണ്ണമാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ആ ആത്മാവിൻ്റെ മുമ്പിൽ ഞാൻ പ്രണാമം ചെയ്യുന്നു. ഇവിടെയൊക്കെ കാണും. ഇന്ന് വളരെ ശോഭനമായ ഒരു ദിവസമാണ്, വളരെ പ്രകാശമാനമായ ഒരു ദിവസം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കാം, അതായിരിക്കാം. എല്ലാ തലമുറയിലുമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് നിർത്തിയ, അവരുടെ വികാരങ്ങളോടെല്ലാം ചേർത്ത് നിർത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചേർത്ത് നിർത്തുകയും അവരുടെ വിഷമതകളിലും പ്രയാസങ്ങളിലും എല്ലാം ഉൾച്ചേർന്ന് അത് തൻ്റെ കൂടി വിഷമതകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു കാരുണ്യ സ്പർശം ഏറ്റവരാണ് നമ്മളെല്ലാം. വേദിയിൽ KSUവിൻ്റെ 3 സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്. അവരുടെ എല്ലാ തലങ്ങളിലുമുള്ള KSU വളർച്ചകളിലെല്ലാം വലിയ ഇടപെടലുകൾ നടത്തിയ നേതാവാണ് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിന് തർക്കമില്ല. ഒരുപക്ഷെ KSU പ്രസിഡന്റുമാരിൽ ഏറ്റവും അവസാനമായി ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഇടപെടാൻ അവസരം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. KSU സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം എനിക്ക് 2 വട്ടം മാത്രമേ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അപ്പോൾ രോഗശൈലിയിലായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നിരുന്നാലും ആ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹവുമായുള്ള സംസാരത്തിൽ അദ്ദേഹം പകർന്നു തന്ന അല്ലെങ്കിൽ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും വലിയ രീതിയിലേക്കുള്ള ആവേശത്തോടു കൂടി തന്നെയാണ് ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സാറിനെ ഒരു തീരുമാനം, മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞൊരു വാചകം, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഒരു ഭരണാധികാരി ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ആ തീരുമാനം എങ്ങനെയാണ് ഏറ്റവും സാധാരണക്കാരനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്ന് ആലോചിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ എന്ന് പറഞ്ഞ ഏറ്റവും മഹത്തായ ഒരു വാചകമുണ്ട്. സമാനമായ തരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്കൊരു വിഷയത്തെ നേരിടുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് എടുക്കുന്ന സമീപനം, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ സമീപിക്കുന്ന ഒരു വ്യക്തി, പലതരത്തിലുള്ള മനുഷ്യർ നമ്മളെ സമീപിക്കാം. ഏറ്റവും ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യരുടെ വികാര പ്രകടനങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ വളരെ രോഷാകുലനായിട്ട് നമ്മെ വന്ന് സമീപിക്കുന്ന ആളുകളുണ്ടാകാം.
അപ്പോൾ അവിടെയെല്ലാം മാതൃകയാക്കാൻ പറ്റാവുന്ന ഒരു വ്യക്തിത്വം ഉമ്മൻചാണ്ടി സാറാണ്. കാരണം ഏറ്റവും കാരുണ്യം അർഹിക്കുന്ന മനുഷ്യന് അത് കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റം അതിൽ അവർക്ക് കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതേസമയം രോഷാകുലരായി മുമ്പിൽ വന്ന് വികാരപ്രകടനം